ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ തട്ടയിൽ എന്ന സ്ഥലത്തെ സ്കൂളിലെ പ്രവേശനോത്സവത്തിന് പങ്കെടുത്ത ആ പ്രദേശത്തിൻ്റെ കൂടി MLA ആയിട്ടുള്ള വി മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് മുട്ടായി ഡെസ്കിൻ്റെ പുറത്ത് കുടഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. വളരെ കടുത്ത വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് സവർണ മേധാവിത്വത്തിൻ്റെ ഒരു പ്രകടന രൂപമാണ് എന്നും വിമർശനം ഉയരുന്നു. BJP ചാതുർവർണ്ണ്യം പുനഃസൃഷ്ടിക്കാൻ നിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണെന്നാണ് പലരുടെയും വാദം. പക്ഷേ ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ല. വി മുരളീധരൻ ഒരു സവർണനല്ല. അദ്ദേഹം ഈഴവ സമുദായത്തിൽ ജനിച്ചയാളാണ്. അദ്ദേഹം വിവാഹം കഴിച്ചത് നായർ സമുദായത്തിലെ ഒരു സ്ത്രീയാണ്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് രാഷ്ട്രത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനായി ഒഴിഞ്ഞുവെച്ച നിലയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അതുമൂലം അദ്ദേഹവും ഭാര്യയും ചേർന്ന് തങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്നുള്ളൊരു തീരുമാനം വരെ എടുത്തിട്ടുള്ളയാളാണ്. ഏതായാലും കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ കുട്ടിയെ ഈഴവനായിട്ടാണോ നായരായിട്ടാണോ വളർത്തുന്നത് എന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മനോഭാവം അത്തരത്തിൽ നോക്കാമായിരുന്നു. അല്ലാതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ യാതൊരു കഴമ്പും ഇല്ല. പിന്നെ ഒരു കാര്യം നമുക്ക് പറയാതെ വയ്യ. താൻ മുട്ടായി കൊടുക്കുന്നത് ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു. ഇതിങ്ങനെ അവരെ ടച്ച് ചെയ്യാതെ മാറി നിന്ന് കൊടുക്കുമ്പോൾ അതൊരു അൺടച്ചബിലിറ്റി ഇദ്ദേഹം വെച്ചു പുലർത്തുന്നു എന്ന് ആളുകൾക്ക് വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പോരായ്മ തന്നെയാണ്. ഇത് ചൂണ്ടിക്കാണിച്ചവരെ കുറ്റപ്പെടുത്തുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ട് താനും. ഒരു നല്ല സമയത്ത് കുട്ടികൾക്ക് സന്തോഷമുണ്ടാകത്തക്ക തരയിൽ അവർക്ക് മുട്ടായി വിതരണം ചെയ്യാനായിട്ട് എത്തിയ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയെ ശ്ലാഘിക്കുകയാണ് വേണ്ടത്. മുട്ടായി കൊടുത്ത രീതിയിൽ ഒരല്പം അപാകത വന്നു എന്നുള്ളത് കൊണ്ട് അതല്ല പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം അവിടെ എത്തി ആ കുട്ടികളെ അഭിനന്ദിക്കാൻ കാണിച്ച മനോഭാവത്തെയാണ് അംഗീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്കറിയാം, ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിലും കുറ്റം കാണുന്ന രാഷ്ട്രീയ പ്രതിയോഗികളാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും അവഹേളിക്കാൻ ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുന്നത്.